നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചെപ്പോക്കിലും ഈഡൻ ഗാർഡൻസിലും ഇനി പോരാട്ടമല്ല, പടയോട്ടം തന്നെ വേണം. സൗത്ത് ആഫ്രിക്കൻ പ്രഹരത്തിൽ പതറിപ്പോയ നീലപ്പടയ്ക്ക് മുന്നിൽ ഇനി ഒരേയൊരു ലക്ഷ്യം മാത്രം, വിജയം. അത് വൻ മാർജിനിൽ തന്നെയാകണം. സൂര്യകുമാറും സംഘവും സെമി ഫൈനലിലേക്ക് കടുവയെപ്പോലെ തിരിച്ചുവരുമോ, അതോ കണക്കുകളിലെ കളിയിൽ ഇന്ത്യ പുറത്താകുമോ? ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ നെഞ്ചിടിപ്പേറ്റുന്ന ആ നിർണായക സമവാക്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. T20 ലോകകപ്പിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ സൂപ്പർ 8-ലേറ്റ വൻ തോൽവി ഇന്ത്യയെ അക്ഷരാർത്ഥത്തിൽ ഉലച്ചിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കയുമായുള്ള പോരാട്ടത്തിൽ ഇത്ര വലിയൊരു ദുരന്തം ഇന്ത്യ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല. ആദ്യം ബാറ്റിംഗിലും പിന്നീട് ബൌളിംഗിലും ഇന്ത്യയെ നിഷ്പ്രഭരാക്കിയ സൗത്ത് ആഫ്രിക്ക 76 റണ്ണിന്റെ കൂറ്റൻ വിജയമാണ് ആഘോഷിച്ചത്. അവർ നൽകിയ 188 റണ്ണിന്റെ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇന്ത്യയ്ക്ക് 20 ഓവർ പോലും ക്രീസിൽ നിൽക്കാനായില്ല. വെറും 111 റണ്ണിന് ടീം കൂടാരം കയറി. ഈ പരാജയം ഇന്ത്യയുടെ സെമിഫൈനൽ പ്രതീക്ഷകൾ പോലും അവതാളത്തിലാക്കിയിരിക്കുകയാണ്. പരാജയത്തേക്കാൾ അതിന്റെ മാർജിനാണ് ഇന്ത്യയെ ഭയപ്പെടുത്തുന്നത്. സൗത്ത് ആഫ്രിക്കയുമായുള്ള സൂപ്പർ 8 ഗ്രൂപ്പ് എയിലേറ്റ നാണംകെട്ട തോൽവിയോടെ പോയിന്റ് പട്ടികയിൽ ഇന്ത്യ അവസാന സ്ഥാനത്തേക്ക് വീണിരിക്കുകയാണ്. -3.800 എന്ന അതിദയനീയ നെറ്റ് റൺറേറ്റാണ് ഇന്ത്യയ്ക്കുള്ളത്. ടീമിന്റെ സെമിഫൈനൽ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നതും ഇതുതന്നെയാണ്. ഇനി 2 കളികളാണ് ഇന്ത്യക്കു ബാക്കിയുള്ളത്. അടുത്ത മത്സരം 26-ന് ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ സിംബാബ്വേക്കെതിരെയാണ്. അതിനുശേഷം മാർച്ച് 1-ന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലെ അവസാന കളിയിൽ 2 തവണ ചാമ്പ്യന്മാരായ വെസ്റ്റ് ഇൻഡീസിനെയും ഇന്ത്യ നേരിടും. സൂപ്പർ 8-ൽ സിംബാബ്വെ, വെസ്റ്റ് ഇൻഡീസ് എന്നിവർക്കെതിരായ അടുത്ത 2 മത്സരങ്ങളും ഇന്ത്യക്കു ഡൂ ഓർ ഡൈ ആണ്. ഏതെങ്കിലും ഒന്നിൽ തോറ്റാൽ സൂര്യകുമാർ യാദവിന്റെയും സംഘത്തിന്റെയും സെമി ഫൈനൽ മോഹങ്ങൾ അതോടെ അസ്തമിക്കും. പക്ഷേ ഈ 2 മത്സരവും ജയിച്ചാലും ഇന്ത്യക്കു സെമി ബർത്ത് ഉറപ്പില്ലെന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. കാരണം -3.800 എന്ന വളരെ മോശം നെറ്റ് റൺറേറ്റാണ് ഇന്ത്യയ്ക്കുള്ളത്. ഇത് മെച്ചപ്പെടുത്തണമെങ്കിൽ ഇനിയുള്ള 2 മത്സരങ്ങളും വൻ മാർജിനിൽ ഇന്ത്യക്കു ജയിക്കേണ്ടതുണ്ട്. കൂടാതെ ഗ്രൂപ്പിലെ മറ്റ് ടീമുകളുടെ മത്സരഫലങ്ങൾ കൂടി ഇന്ത്യക്കു അനുകൂലമായി വരണം. ഇതിൽ സൗത്ത് ആഫ്രിക്കയുടെ പ്രകടനമാണ് ഇന്ത്യക്കു ഏറ്റവും പ്രധാനം. ശേഷിച്ച 2 മത്സരങ്ങളിൽ വെസ്റ്റ് ഇൻഡീസ്, സിംബാബ്വെ എന്നിവർക്കെതിരെ സൗത്ത് ആഫ്രിക്ക ജയിക്കണം. ഇത് സംഭവിച്ചാൽ സൗത്ത് ആഫ്രിക്ക 6 പോയിന്റോടെ ഗ്രൂപ്പ് ജേതാക്കളായി സെമിയിലേക്ക് മുന്നേറും. ഇന്ത്യ 4 പോയിന്റുമായി 2ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്യും. വെസ്റ്റ് ഇൻഡീസ്, സിംബാബ്വെ എന്നിവയിലൊരു ടീമിന് പരമാവധി നേടാൻ സാധിക്കുക 2 പോയിന്റ് മാത്രമായിരിക്കും. എന്നാൽ വിൻഡീസോ സിംബാബ്വെയോ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഒരു അട്ടിമറി വിജയം കുറിച്ചാൽ ഇന്ത്യയുടെ കാര്യം അവതാളത്തിലാവും. 3 ടീമുകൾ അപ്പോൾ ഒരേ പോയിന്റും നേടി ഒപ്പമെത്താനുള്ള സാഹചര്യവുമുണ്ടാവും. ഇവരിൽ മികച്ച നെറ്റ് റൺറേറ്റുള്ള 2 ടീമുകളായിരിക്കും സെമിയിലെത്തുക. അപ്പോൾ ഈ മോശം നെറ്റ് റൺറേറ്റിന് ഇന്ത്യയ്ക്ക് വലിയ വിലയും നൽകേണ്ടിവരും. അതുകൊണ്ടുതന്നെ സൗത്ത് ആഫ്രിക്കയുടെ അടുത്ത 2 കളിയിലെയും വിജയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ശേഷിച്ച മത്സരങ്ങളിലും വലിയ മാർജിനിൽ ജയിക്കുകയുമാണ് സൂര്യകുമാർ യാദവിനും സംഘത്തിനും ഇനി ചെയ്യാനുള്ളത്. ചെന്നൈയിലെ കത്തുന്ന വെയിലിലും കൊൽക്കത്തയിലെ ആവേശക്കടലിലും ഇന്ത്യയ്ക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനാകുമോ, അതോ റൺറേറ്റിന്റെ കണക്കുകളിൽ നമ്മൾ പുറത്താകുമോ? കാത്തിരുന്നു കാണാം സൂര്യകുമാറിന്റെയും സംഘത്തിന്റെയും ആ വീറുറ്റ തിരിച്ചുവരവിനായി. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം.